നമസ്കാരം. മുഖ്യമന്ത്രി കൊല്ലത്തെത്തിയതിൽ കൃത്യമായ മതരാഷ്ട്രീയമെന്ന് RSP നേതാവ് ഷിബു ബേബി ജോൺ. നരേന്ദ്രമോദിയോട് അത്രയും ഭക്തിയുള്ളയാളുമായാണ് മുകേഷ് കൊല്ലത്ത് മത്സരിക്കുന്നതെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞതിന് മറുപടി നൽകിയാണ് ഷിബു ബേബി ജോൺ രംഗത്ത് വന്നത്. നരേന്ദ്രമോദിയെ ദൈവത്തെ പോലെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നയാളാണ് കൊല്ലത്തെ UDF സ്ഥാനാർത്ഥിയെന്നായിരുന്നു ഗണേഷിന്റെ ആരോപണം. കൊല്ലത്തെ UDF സ്ഥാനാർത്ഥിയുടെ വീട്ടിലെ പൂജാമുറിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പടം കണ്ടേക്കുമെന്നും അദ്ദേഹം പരിഹസിച്ചിരുന്നു. ഇതിന് മറുപടിയായി കൊല്ലത്ത് മത്സരം UDFും LDFും തമ്മിലാണെന്ന് ചൂണ്ടിക്കാണിച്ച ഷിബു ബേബി ജോൺ രണ്ടാം സ്ഥാനം LDFിനാണെന്നും ചൂണ്ടിക്കാണിച്ചു. കിടപ്പുമുറിയിൽ നിന്ന് ഗണേഷ് കുമാറിന്റെ ശ്രദ്ധ പൂജാമുറിയിലേക്ക് മാറിയതിൽ സന്തോഷമെന്നായിരുന്നു ഷിബു ബേബി ജോണിന്റെ പരിഹാസം. പൈതൃകം വ്യതിചലിച്ച് താൻ പോയിട്ടില്ല. ഗണേഷിന്റെ കഥകൾ ഞങ്ങൾ പറഞ്ഞാൽ തേച്ചാലും കുളിച്ചാലും പോകില്ലെന്നും ഷിബു ബേബി ജോൺ വ്യക്തമാക്കി. തീരദേശ തോട്ടം മേഖലകളിൽ മുഖ്യമന്ത്രി എത്തിയില്ലെന്നും കോൺഗ്രസിനെ മാത്രം മുഖ്യമന്ത്രി കടന്നാക്രമിക്കുന്നുവെന്നും ഷിബു ബേബി ജോൺ കുറ്റപ്പെടുത്തി. ക്ഷേമ പെൻഷൻ അവകാശമല്ല, ഔദാര്യമാണെന്ന സർക്കാർ നിലപാട് പിന്തിരിപ്പൻ സമീപനമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കേന്ദ്ര സഹായം കിട്ടും മുൻപ് തന്നെ ക്ഷേമ പെൻഷൻ കേരളത്തിൽ കൊടുത്തിട്ടുണ്ടെന്നും ഷിബു ബേബി ജോൺ ചൂണ്ടിക്കാണിച്ചു. മുഖ്യമന്ത്രി നുണ പറയുകയാണെന്നും ശരി തെറ്റ് മനസ്സിലാക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നേരത്തെ കേരളത്തിൽ UDFിന്റെ ആളും ഡൽഹിയിൽ ചെന്നാൽ മോദിയുടെ ആളുമാണ് കൊല്ലത്തെ UDF സ്ഥാനാർത്ഥിയെന്നും മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു. അതേസമയം ബാബറി മസ്ജിദ് പൊളിച്ച അമ്പലം പണിത ശേഷം മോദി അബുദാബിയിൽ പോയി അമ്പലം ഉദ്ഘാടനം ചെയ്തുവെന്നും ഇത്തരത്തിൽ പെരുമാറാൻ മോദിക്ക് ലജ്ജയില്ലേ എന്നും മന്ത്രി KB ഗണേഷ് കുമാർ ചോദിച്ചു. ജീവിതത്തിൽ നോമ്പ് കഞ്ഞി കാണാത്ത വിധത്തിൽ തള്ളവിരൽ നക്കി കുടിക്കുകയായിരുന്നു സുരേഷ് ഗോപിയെന്നും മന്ത്രി പരിഹസിച്ചു. നടന്ന് കള്ളം പറയുന്നയാളാണ് NK പ്രേമചന്ദ്രനെന്നും മന്ത്രി പരിഹസിച്ചു. അതേസമയം ഡൽഹിയിൽ ചെന്നാൽ മോദിയുടെ ആളാണെന്നും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ബോബനും മോളിയുമാണെന്നും മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു. കൂടെ നടക്കുന്ന പൂച്ചയാണ് ആലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥിയെന്നും അദ്ദേഹം പരിഹസിച്ചു. എന്തായാലും മുഖ്യമന്ത്രി കൊല്ലത്തെത്തിയതിൽ കൃത്യമായ മതരാഷ്ട്രീയമെന്ന് തന്നെയാണ് RSP നേതാവ് ഷിബു ബേബി ജോൺ പറഞ്ഞത്. തീരദേശ തോട്ടം മേഖലകളിൽ മുഖ്യമന്ത്രി എത്തിയില്ലെന്നും കോൺഗ്രസിനെ മാത്രം മുഖ്യമന്ത്രി കടന്നാക്രമിക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ക്ഷേമ പെൻഷൻ അവകാശമല്ല, ഔദാര്യമാണെന്ന നിലപാട് ഇത്തരത്തിൽ പിന്തിരിപ്പൻ സമീപനമാണെന്നാണ് ഷിബു ബേബി ജോൺ പറഞ്ഞിരിക്കുന്നത്. കേന്ദ്ര സഹായം കിട്ടും മുൻപ് തന്നെ ക്ഷേമ പെൻഷൻ കേരളത്തിൽ കൊടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. മുഖ്യമന്ത്രി നുണ പറയുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുന്നതിനോടൊപ്പം തന്നെയാണ് ഗണേഷ് കുമാർ തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഷിബു ബേബി ജോൺ കൃത്യമായ മറുപടി നൽകി പരിഹസിച്ച് രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഷിബു ബേബി ജോണിനെതിരെ ഗണേഷ് കുമാർ തുറന്നടിച്ച് രംഗത്ത് വന്നത്.